ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ചരിത്ര വിസ്മയമായിട്ടുള്ള ബേക്കൽ ഫോർട്ട് കാണാനാണ് വന്നിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയം, ഏഷ്യൻ വൻകരകളിലെ പ്രധാനപ്പെട്ട കോട്ടയമാണിത്. ഇവിടെ കയറാൻ ഒരാൾക്ക് 25 റുപ്പീസാണ്. കയറുമ്പോൾ തന്നെ രണ്ട് സൈഡിൽ കിടങ്ങുണ്ട്. അതിനുശേഷം ഒരു ഹനുമാൻ ക്ഷേത്രം അവിടെയുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് മെയിൻ കവാടം. അപ്പോൾ അവിടെ നമ്മൾ കൂപ്പൺ കാണിച്ച് നമുക്ക് അകത്ത് കയറാം. ഗൈസ്, ഈ കോട്ട ഫുൾ ഉണ്ടാക്കിയിരിക്കുന്ന ചെങ്കല്ല് വെച്ചിട്ടാണ്. തന്നെയല്ല, ഇതിൻ്റെ വീതി മൊത്തം വെട്ടുകല്ല് വെച്ചിട്ട് പാകിയിട്ടുണ്ട്. ഈ ഒരു ദ്വാരം ഇവിടുത്തെ മെയിൻ പോയിന്റ് കാണാൻ പറ്റുന്നതാണ് ഗൈസ്. ഇവിടെ നമുക്ക് മെയിൻ വ്യൂ പോയിന്റ് കാണാൻ പറ്റും. ഇതൊക്കെ പണ്ട് ആൾക്കാരെ പൂട്ടിയിട്ടതായിരിക്കും. ഇപ്പോൾ ഇതൊക്കെ തന്നെ മൂടി വെച്ചിട്ടുണ്ട്. ഒന്നും കാണാൻ പറ്റത്തില്ല എൻ്റെ അകത്തോട്ട്. ഇവിടെ അങ്ങോട്ടൊക്കെ ഇറങ്ങും ഗൈസ്. ഇതിൻ്റെ ഇടയ്ക്കൂടി കടപ്പുറം ഇറങ്ങാൻ പറ്റുമെന്നൊന്നും നോക്കാം ഗൈസ്. ഇവിടെ ഇതുപോലെ ഒരുപാട് ദ്വാരങ്ങളുണ്ട്. നിരീക്ഷണത്തിന് വേണ്ടിയിട്ടാവാം ഈ ദ്വാരങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ പീരങ്കിയൊക്കെ ഉപയോഗിക്കാനും ഒക്കെ ഓരോ ദ്വാരങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് തന്നെ നമ്മൾ തിരിച്ചു ഗൈസ്. പിന്നെ നമ്മൾ പിന്നെയും മേലിലോട്ട് കയറി വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ കിണറാണെന്ന് തോന്നുന്നു പണ്ടത്തെ. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഗൈസ്, ഇനി ഒരു മെയിൻ വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇവിടെ നിന്ന് തന്നെ അടുത്ത് നിന്ന് കടൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലൊക്കെ ഫ്രൂട്ട്സൊക്കെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാൻ പറ്റും. അങ്ങോട്ട് നേരെ വേണമെങ്കിൽ നടക്കാം. നമ്മൾ ഇവിടെ വ്യൂ പോയിന്റിലോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഇവിടെയാണ് ഈ തിരുമാലകളുണ്ട് ഗൈസ്. The main viewpoint guys. This one. ഗൈസ്, ആ കാണുന്ന സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് കയറിപ്പോവാം മേലോട്ട് തിരിച്ച്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ബേക്കൽ കോട്ട എല്ലാം കറങ്ങി കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാം കണ്ടിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ചരിത്ര സ്മാരകങ്ങളല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്തത് പോകുന്നത് ഒരു ബീച്ചിലോട്ടാണ്. ഇവിടെ നിന്ന് ഒരു 50 റുപ്പീസ് ചാർജാണ് അടുത്ത ബീച്ചിലോട്ട്. അവിടെ ഒരു 30 റുപ്പീസ് നമ്മൾ എൻ്ററിങ് ചാർജ് കൊടുക്കണം. ബീച്ച് വിത്ത് പാർക്കും കൂടിയാണ്. നൈറ്റൊക്കെ ആയിരിക്കുമ്പോൾ ഇവിടെ ഫുൾ ലൈറ്റ് ആയിരിക്കും ഗൈസ്. ഇവിടെ ആണെങ്കിൽ ഫുൾ പൊരിഞ്ഞ വെയിലായിരുന്നു ഗൈസ്. ഇവിടെ കുതിരയുണ്ട്, കുറേ കുതിരകളുണ്ട് ഗൈസ്. And yes, so many frames for taking photos. Guys, after playing all this we are moving. അപ്പോൾ ഗൈസ്, നമ്മൾ തിരിച്ച് വന്നപ്പോൾ കടയിൽ കുറച്ച് മിഠായിരിക്കുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വാങ്ങിയതാണ്. ഈ കഞ്ഞിമിഠായി കഴിച്ചുവിടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൊള്ളായിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. വലിയ ടേസ്റ്റൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഒരു ജെല്ലി മിഠായി ഉണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫിംഗർ ലോലിപോപ്പ്, അത് ചുമ്മാ ടേസ്റ്റൊന്നുമില്ല, ജസ്റ്റ് പ്ലെയിൻ അത്രയുള്ളൂ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.